കാസർഗോഡ് ചെങ്കളയിൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത് കള്ളവോട്ട് എന്ന പരാതിയുമായി ഇപ്പോൾ BJP വന്നിരിക്കുകയാണ്. BJP സ്ഥാനാർത്ഥി വരണാധികാരിക്ക് പരാതി നൽകിയിട്ടുണ്ട്. പ്രദീപ് നാരായണനാണ് അവിടെ ചേരുന്നത്. പ്രദീപ്, അവിടെ ചില സംഘർഷ സാഹചര്യം ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ഒപ്പം LF സ്ഥാനാർത്ഥി അടക്കം ബൂത്തിൽ എത്തിയിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. എന്താണ് ഇപ്പോൾ അവിടുത്തെ സാഹചര്യം? BJP ഉന്നയിക്കുന്ന പരാതി എന്താണ്? ആർക്കെതിരെയാണ് BJPയുടെ പരാതി? ദിൽന ഞാനിപ്പോൾ ചെർക്കള ഹയർ സെക്കൻഡറി സ്കൂളിൽ 136 നമ്പർ ബൂത്തിലാണുള്ളത്. ഇവിടെ ഇപ്പോൾ ഒരു പ്രശ്നം നടക്കുന്നുണ്ട്. ഈ ബൂത്തിനകത്ത് സ്വതന്ത്ര സ്ഥാനാർത്ഥി ഷാനവാസ് പാദൂർ എത്തിയപ്പോൾ അദ്ദേഹത്തെ തടയുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. തത്സമയ ദൃശ്യമാണ് നമ്മളിപ്പോൾ കാണുന്നത്. അല്പസമയം മുൻപാണ് LDF സ്വതന്ത്ര സ്ഥാനാർത്ഥി ഷാനവാസ് പാദൂർ ഈ ബൂത്തിലേക്ക് എത്തിയത്. അപ്പോൾ അവരെ തടയുന്ന ഒരു സാഹചര്യമാണ്. എന്താണ് അത് നടക്കുന്നതെന്ന് കൃത്യമായി നമുക്ക് വ്യക്തമാകുന്നില്ല. നേരത്തെ ദിൽന സൂചിപ്പിച്ചതുപോലെ BJP കാസർഗോഡാണ് ഒരു കള്ളവോട്ട് പരാതി വരുന്നു. ഇടത് സ്ഥാനാർത്ഥിയെ തടഞ്ഞെന്ന ആരോപണം. കൃത്യമായി പറഞ്ഞാൽ ആ സ്ഥലം ചെർക്കള സ്കൂളിലാണ് ഇപ്പോൾ ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ആ പച്ചഷർട്ടിട്ട് അവിടുത്തെ LDF സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ്. സ്ഥാനാർത്ഥിയെ തടഞ്ഞു എന്നാണ് മനസ്സിലാക്കാൻ പ്രദീപ് ചെയ്യുന്നത്. പ്രദീപ്, ഇപ്പോൾ അവിടെ എന്താണ് സംഭവിക്കുന്നത്? സ്ഥാനാർത്ഥി ആരോടാണ് ഈ സംസാരിക്കുന്നത്? മുമ്പാണ് കാസർഗോഡ് മണ്ഡലത്തിലെ LDF സ്വതന്ത്ര സ്ഥാനാർത്ഥി ചെർക്കള സെൻട്രൽ സ്കൂളിലെ 136 നമ്പർ ബൂത്തിലേക്ക് എത്തിയത്. എന്നാൽ ഈ ബൂത്തിലേക്ക് എത്തിയപ്പോൾ ആ സ്ഥാനാർത്ഥിയെ തടയുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയപ്പോൾ അർദ്ധസൈനിക വിഭാഗം ഉൾപ്പെടെയുള്ള ആളുകൾ ഈ ബൂത്തിന്റെ ഉള്ളിലേക്ക് കയറുന്ന ഒരു സ്ഥിതിയുണ്ട്. പ്രിസൈഡിംഗ് ഓഫീസറുടെ അനുമതിയില്ലാതെ അവർക്ക് അകത്തേ കയറാൻ പറ്റില്ല. അനുമതിക്കായി കാത്തിരിക്കുകയാണ്. സ്ഥാനാർത്ഥിയെ തടയുന്ന നിലയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചെങ്കള പഞ്ചായത്തിലെ 9 ബൂത്തുകൾ കൃത്യമായി എണ്ണിപ്പറഞ്ഞുകൊണ്ടാണ് BJP കള്ളവോട്ട് എന്ന പരാതി കൊടുത്തത്. ആ ഒരു അതിൽ ഉൾക്കൊള്ളുന്ന ഒരു ബൂത്തിലാണ് ഇപ്പോൾ LDF സ്ഥാനാർത്ഥി ഷാനവാസ് പാദൂർ എത്തിയത്. അദ്ദേഹത്തെ തടയുന്ന സ്ഥിതിയാണ്. ഇത്തരത്തിലാണ് ചില ബൂത്തുകളിൽ സാഹചര്യം. നമ്മൾ രാവിലെ മുതൽ കണ്ടതാണ്. തൃക്കരിപ്പൂർ മണ്ഡലത്തിൽ പുത്തിലോട്ട് ബൂത്തിൽ പ്രവാസിയുടെ വോട്ട് മറ്റൊരാൾ രേഖപ്പെടുത്താൻ വന്നപ്പോൾ UDF ചോദ്യം ചെയ്യുകയും ബൂത്ത് തന്നെ കയ്യേറ്റം ചെയ്യുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ബൂത്ത് ഏജന്റ് ഇപ്പോൾ ചെർക്കള സ്കൂളിലെ 136 നമ്പർ ബൂത്തിൽ ഒരു ബൂത്ത് ഏജന്റിനെ പുറത്തിറക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. സുരക്ഷാ വിഭാഗം ബൂത്തിൽ നിന്നും പുറത്താക്കുകയാണ്. ഇപ്പോൾ LDF സ്ഥാനാർത്ഥി ഷാനവാസ് പാദൂർ പോലീസ് ഉദ്യോഗസ്ഥരുമായി സംസാരിക്കുന്നു. അതായത് ഒരു സ്ഥാനാർത്ഥിക്ക് ബൂത്തിനകത്തേക്ക് കയറാൻ അവകാശമുണ്ട്. ആ സ്ഥാനാർത്ഥി ബൂത്തിൽ കയറുമ്പോൾ അദ്ദേഹത്തെ തടയുക എന്നത് ജനാധിപത്യ മര്യാദയല്ല. അത്തരത്തിലുള്ള ഒരു മര്യാദകേട് ഇപ്പോൾ ഇവിടെ നടന്നു എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. എന്തായാലും ഇപ്പോൾ അദ്ദേഹം ബൂത്തിൽ നിന്നും പുറത്തിറങ്ങിയിട്ടുണ്ട്. അദ്ദേഹം പുറത്തോട്ട് പോവുകയാണ്. അദ്ദേഹത്തിന്റെ പ്രതികരണത്തിൽ ശ്രമിക്കുകയാണ്. ഞാനിതിന്റെ രണ്ടല്ല എത്ര തവണ വന്നൂടെ സ്ഥാനാർത്ഥിക്ക് ഒരു തവണ മാത്രമേ. ഞാൻ രാവിലെ വന്നു. ഇപ്പൊ വൈകിട്ട് കണക്ക് നോക്കാൻ വേണ്ടി വന്നതാണ്. എത്ര പോളിംഗ് എത്ര ശതമാനമായി എന്ന് നോക്കാൻ വേണ്ടി അവിടെ ഇരിക്കുമ്പോഴാണ് ഇവര് സ്ഥാനാർത്ഥി ഇരിക്കുന്നത് ശരിയല്ല എന്ന് പറയുന്നത്. ഇപ്പൊ ഇത് ഇവരെല്ലാം എന്നോട് വേണ്ട ഇരിക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അതിന് അംഗീകരിക്കുന്നു. നമുക്കിവിടെ തർക്കം വേണ്ട. അതാണ് ഇവർ പറയുന്നത്. എനിക്ക് മനസ്സിലാകുന്നില്ല എന്താണ് ഈ പറയുന്നത്. സ്ഥാനാർത്ഥിക്ക് വന്ന് ബൂത്തിലിരുന്ന് അവിടുത്തെ സ്റ്റാറ്റസ് എന്തെന്ന് അറിയാൻ പാടില്ല. ഞാനിന്നാണ് അറിയുന്നത്. ഞാനിത് 3ാമത്തെ ടേമാണ് മത്സരിക്കുന്നത്. ഇല്ലില്ല, അങ്ങനെ വിഷയമൊന്നുമില്ല. ഇല്ലില്ല, അങ്ങനെ വിഷയമൊന്നുമില്ല. ഇല്ല വിഷയമൊന്നുമില്ല. എന്താ കാസർഗോഡ് മണ്ഡലം LDF സ്വതന്ത്ര സ്ഥാനാർത്ഥി ഷാനവാസ് പാദൂരാണ് ഇപ്പോൾ മാധ്യമങ്ങളോട് സംസാരിച്ച. അദ്ദേഹം ബൂത്തിൽ എത്തുമ്പോൾ ചെർക്കളയിൽ ഒരു സ്കൂളിൽ ഒരു ബൂത്തിൽ എത്തിയപ്പോൾ അദ്ദേഹത്തെ തടഞ്ഞു. 2 തവണ വന്നു എന്നതാണ് പറയുന്നത്. ഒന്നോ രണ്ടോ മൂന്നോ തവണ ഒരു സ്ഥാനാർത്ഥിക്ക് അവിടെ എത്തുന്നതിൽ എന്താണ് പ്രശ്നം എന്ന് അവർ കള്ളവോട്ട് ആരോപണം ഉണ്ടെങ്കിൽ പരാതികൾ അഡ്രസ് ചെയ്യാൻ കൃത്യമായ വേദികളുണ്ട്, കമ്മീഷനുകളുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതൊന്നും ചെയ്യാതെ അല്ലെങ്കിൽ ഇതിലൊക്കെ ഒരു ആരോപണം എന്ന് കണക്കെ മാത്രം വെച്ച് ഈ പറഞ്ഞ സ്ഥാനാർത്ഥി അവസാന ഘട്ടത്തിൽ മണ്ഡലത്തിലെത്തുമ്പോൾ തടഞ്ഞത് എന്തിനെന്ന കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല. പക്ഷേ ഒരു പ്രശ്നം ഉണ്ടാക്കേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ഇടത് സ്വന്തം സ്ഥാനാർത്ഥി പുറത്തേക്ക് ഇറങ്ങിയിരിക്കുന്നു. എന്തായാലും കാസർഗോഡ് ചെർക്കളയിലുണ്ടായ സംഘർഷാവസ്ഥ ഇപ്പോൾ പരിഹരിക്കപ്പെട്ടിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.